മാറുന്നതായിട്ടാണ്, അല്ലെങ്കിൽ പരിഹാസ്യരായി മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഗുരുവിന്റെ പ്രവൃത്തികൾ ഒരിക്കലും ഗുരുവിനെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഗുരു ഒരിക്കലും താൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്റെ കൂടെ ആളെ നിർത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സാന്ദർഭികമായി വന്നു ചേരുന്നതാണ് ആ ദിവ്യ സിദ്ധികളെല്ലാം തന്നെ. ശ്രീനാരായണ ഗുരുവിന്റെ ലീലകളെ പറ്റി പറഞ്ഞാൽ ആ ലീല തുടങ്ങുന്നത് ഗുരുവിന്റെ ജനനത്തോടെ തന്നെയാണ്. തിരുവോണ നാളിലെ ഒരു ചെമ്പരത്തിയിലെ ഓണമേളപ്പുഴയിൽ കുട്ടിയമ്മ പ്രസവ വേദന കൊണ്ട് ഉളയുകയാണ്. 2-3 വയറ്റാട്ടി സ്ത്രീകൾ അകത്ത് ശുശ്രൂഷിക്കുന്നവരുണ്ട്. നേരം പാതിരാത്രി കഴിഞ്ഞു.